നമസ്കാരം. നമ്മുടെ കഥയുടെ ബാക്കി പറയാനാണ് വന്നത്. ഇനി കുറച്ചും കൂടി ഉള്ളു, പെട്ടെന്ന് പറയാം. അങ്ങനെ ഇവർ തമ്മിലുള്ള അടി കണ്ടുകൊണ്ട് നമ്മുടെ ഈ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരിങ്ങ് പോന്നപ്പോൾ വഴിയിൽ ഇറങ്ങുന്ന വഴിക്ക് ഈ ഇതിലെ ആൺ കഥാപാത്രം ഈ സെയിൽസുകാരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സമയത്ത് ഇവൾക്ക് എന്നെ വേണമായിരുന്നു, ഇവൾ കല്യാണം കഴിച്ച് ഇത്ര ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ അവിടെ കൂട്ടത്തിൽ കൂട്ടിയതാണ്, ഇപ്പോൾ അവൾക്ക് എന്നെ വേണ്ട എന്നൊക്കെ സങ്കടപ്പെട്ടപ്പം ഈ കേട്ടുകൊണ്ടിരുന്ന ആൾ പറഞ്ഞു, അപ്പോൾ എനിക്ക് വീട്ടാരും ഇല്ല, ആരും ഇല്ലാതായിപ്പോൾ എന്ന് പറഞ്ഞു. വീട്ടിൽ അമ്മയില്ല എന്ന് ചോദിച്ചപ്പോൾ അമ്മയുണ്ട്. അന്നൊരു കാഞ്ചി അമ്മയെ വിളിക്കും. അപ്പോൾ അമ്മ വിളിച്ചു കഴിഞ്ഞാൽ അമ്മ ഫോൺ എടുക്കത്തില്ല. അല്ല, ഒന്ന് വിളിച്ച് നോക്കാം അമ്മ ഫോൺ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറയുമ്പോൾ ഇവർ ജംഗ്ഷനില്ല, അതായത് ഇവർ മറ്റേ ഹൗസ് വിസിറ്റ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് ബസ് കയറുന്നിടത്ത് നിൽക്കുമ്പോഴാണ് ഈ മറ്റേ പുള്ളിയും ബസ് കയറുന്നിടത്തുണ്ട്. അപ്പോൾ വിഷമിച്ച് കരഞ്ഞ് ഒത്തിരി സങ്കടപ്പെട്ടൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞ് ഇവർ പിന്നെയും പോയിട്ട് തിരിച്ച് വന്ന് നോക്കിയപ്പോൾ ജംഗ്ഷനിൽ ഈ പുള്ളി ഇല്ല. അപ്പം നമ്മൾ ഒരു 3/4 ഭാഗം കൺഫേം ചെയ്തു ഈ മറ്റുള്ളവർ ഈ പുള്ളി അമ്മയെ വിളിച്ചപ്പോൾ അമ്മ ഫോൺ എടുത്ത് കാണും, പോയി കാണും എന്നുള്ളത്. അപ്പം എനിക്കിപ്പോൾ പറയാനുള്ളത്, ഈ ഇങ്ങനെയുള്ള കഥകൾ ഇപ്പോൾ ഇത് നമുക്കൊരു പുത്തരിയൊന്നുമല്ല അല്ലേ. ഇതുപോലെ തന്നെ നമ്മൾ കുറേ സിനിമകൾ കണ്ടിട്ടുണ്ട്, സീരിയൽസുകളിൽ ഇത് തന്നെയാണ്. അതൊന്നും അല്ല ഞാൻ പറയാൻ വന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. നമുക്ക് എന്താ പറയുക, നമുക്ക് ഒത്തിരി ചോയ്സുകളുണ്ട്. ഈ സ്ത്രീ എന്ന് പറയുന്നത്, ഇവർക്കൊരു വയ്യാത്ത കുഞ്ഞുണ്ട്. ആ കുഞ്ഞിൻ്റെയും ഇവരുടെ പേരിലാണ് ഈ സ്വത്ത് ഫുള്ള് എഴുതി വെച്ചത്. അപ്പോൾ അവിടെയുള്ള മരങ്ങളെല്ലാം വെട്ടി വിറ്റു. അങ്ങനെ ഇവരിങ്ങനെ എന്താ പറയുക, വിറ്റ് ജീവിക്കുക, സ്വത്ത് വിറ്റ് ജീവിക്കുക. പക്ഷേ നമുക്ക് നല്ലതായിട്ടും ജീവിക്കാം. നമുക്ക് നല്ലൊരു ക്വാളിറ്റി ലൈഫും വേണമെങ്കിൽ നമുക്ക് ജീവിക്കാമായിരുന്നു. മീൻസ് ഈ ലേഡിക്ക് ആ കുഞ്ഞിനെ വേണമെങ്കിൽ നമുക്ക് ഒരു വയ്യാത്ത കുഞ്ഞുങ്ങളെ നോക്കുന്നിടത്തോ എവിടെയെങ്കിലും ഏൽപ്പിക്കാമായിരുന്നു. എന്നിട്ട് ഇവർക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ജോലിക്കെങ്കിലും പോകാം. ഓൾറെഡി സ്വത്തുണ്ട്, ഒരു സ്വത്തും ഇല്ലാത്ത ആൾക്കാരല്ല. ഈ പറഞ്ഞ നിറയെ മരങ്ങളുണ്ട്, ഒരു വീടുണ്ട്, അത്യാവശ്യം പുരയിടമുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമുക്ക് ഭർത്താക്കന്മാർ എത്ര നാൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഭാര്യ എത്ര നാൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഭാര്യ ആയിരിക്കാം കുടുംബത്തിലെ ഏണിംഗ് മെമ്പർ, ഏറ്റവും നല്ല ശമ്പളമുള്ള ഭാര്യയ്ക്ക് ചിലപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഭാര്യ മരിച്ചു പോയെന്നിരിക്കും. അപ്പം കൂട്ടത്തിൽ ഒരാളെ കൂട്ടണോ, കൂട്ടത്തിൽ ഒരാളെ കൂട്ടണ്ടായോ എന്നുള്ളതൊക്കെ നമ്മുടെ പേഴ്സണൽ ചോയ്സാണ്. നമ്മളെങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മുടെ പേഴ്സണൽ ചോയ്സ്. ഞങ്ങളുടെ വീടിനടുത്ത് നല്ല പ്രായമായ ഒരു അച്ചായൻ ഈയിടെ കല്യാണം കഴിച്ചു. അമ്മമ്മ ക്യാൻസറായിട്ട് മരിച്ചിട്ട് ഈയിടെ കല്യാണം കഴിച്ചു. അത് ഭയങ്കര വിവാദമായിരുന്നു. ഈ പുള്ളിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പം ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു ആൻറ്റി ചോദിച്ചു, ഇതെന്ത് പരിപാടി കാണിച്ചേ, എന്നെ ആൾ മരിക്കാനിരിക്കുമായിരുന്നോ നിങ്ങൾ? അപ്പോൾ എന്നോട് പറഞ്ഞു, എന്നെ കൊന്നു, വേണമെങ്കിൽ എന്നെ തല്ലിക്കൊന്നു, പക്ഷേ എൻ്റെ മോള് പറഞ്ഞിട്ടാണ് കെട്ടി. കാരണം മോൾക്ക് നോക്കാൻ വയ്യെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കുറ്റമായിട്ടല്ല ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പം ഞാൻ അനുഭവിക്കുന്നുണ്ട്. കാരണം എൻ്റെ അമ്മ മരിച്ചിട്ട് അച്ഛൻ ഇപ്പോൾ ഇവിടെ ഉണ്ട്. എൻ്റെ അച്ഛൻ ഇവിടെ അടുത്ത് ഒരു 10 മിനിറ്റ്, ഞാൻ ഇടയ്ക്ക് വീഡിയോ കാണിച്ചിട്ട് 10 മിനിറ്റ് നമ്മൾ നടന്ന വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് അച്ഛനുള്ളത്. തന്നെയാണ് താമസിക്കുന്നത്. ഒരു പട്ടിയുണ്ട്. പിന്നെ ഞാനിവിടെ എനിക്ക് വയ്യാത്തൊരു കുഞ്ഞുണ്ട്. ഞാനിവിടെ അച്ഛനിപ്പോൾ ഓർമ്മക്കുറവ്, ഒരു കാര്യം തന്നെ 100 വട്ടം ചോദിക്കുക, അച്ഛനങ്ങ് സംശയങ്ങൾ, ഇതെല്ലാം ഞാൻ അനുഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, മോള് പറഞ്ഞു അച്ഛൻ കെട്ടിക്കും. അങ്ങനെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ലീഗലായിട്ട് നമ്മളൊരാളെ കല്യാണം കഴിക്കുന്നതോ നമ്മൾ അവരുടെ കൂടെ ജീവിക്കുന്നത് ലീഗൽ ആകുമ്പോൾ എപ്പോഴും അതിനൊരു ഉറപ്പുണ്ട്, ഒരു സേഫ്റ്റി ഉണ്ട്. ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഈ ഉടുപ്പ് മാറുന്ന പോലെ നമ്മളൊരാളെ കല്യാണം കഴിച്ചു, ആ ആൾ മരിച്ചു, ആളുടെ സ്വത്ത് നമുക്ക് കിട്ടി, ഉടനെ നമ്മൾ വേറൊരാളെ പോയി വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. ഇങ്ങനെ ഉള്ള അതിലൊന്നും ഒരു അടിസ്ഥാനമില്ല. കാരണം കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പറഞ്ഞ ആൾ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ആണ് പെണ്ണിനിട്ടിട്ട് പോകും, പെണ്ണ് ആണിനിട്ടിട്ട് പോകും. അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ബന്ധങ്ങൾ പുലർത്തുവാനും ഉണ്ടാക്കുവാനും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും എല്ലാവരും ശ്രമിക്കുക. ഇത് പറഞ്ഞത് എൻ്റെ ഒരു സുഹൃത്താണ്.
അപ്പോൾ ഞാൻ കാരണം എനിക്കും ഈ പറഞ്ഞ പോലെ ഞാൻ ഒത്തിരി കഥകൾ, ഞാൻ നേഴ്സല്ലേ, കഥകൾ ഇത്തരം കേട്ടിട്ടുണ്ട്. ലാസ്റ്റ് എനിക്കും ഫീൽഡ് വർക്കായിരുന്നു ജോലി, ഞാനും കേട്ടിട്ടുണ്ട്. എന്നാലും ഇത് കേട്ടപ്പോൾ ഒന്ന് ഷെയർ ചെയ്യണം തോന്നി. ഇച്ചിരി ലോങ് വീഡിയോ കേട്ടോ, എല്ലാവരും കാണണേ. ശരി, അപ്പോൾ താങ്ക് യു.